ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് വന്നിരിക്കുന്നത് ദോശ ഇഡ്ഡലി മാവ് എങ്ങനെ തയ്യാറാക്കിയെടുക്കുക എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. പലർക്കും ദോശ ഇഡ്ഡലി വീട്ടിൽ ശരിയായി കിട്ടാറില്ല. അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷനായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് എന്തൊക്കെ ചേർത്താണ് ഈ ഒരു മാവ് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്കൊന്ന് കാണാം. ഞാനിതിൽ അപ്പക്കാരോ ഈസ്റ്റോ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. അതൊന്നും ചേർക്കാതെ തന്നെ നമുക്ക് നല്ല ദോശയും നല്ല ഇഡ്ഡലിയൊക്കെ നമുക്ക് വീട്ടിൽ ഹെൽത്തി ആയിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതിന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് ദോശയൊക്കെ അടിപൊളിയായിട്ട് കിട്ടും. നല്ല ക്രിസ്പുള്ള ദോശയും നല്ല സോഫ്റ്റായ ഇഡ്ഡലിയൊക്കെ വീട്ടിൽ തന്നെ നന്നായിട്ട് തയ്യാറാക്കി എടുക്കുക. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അപ്പം നിങ്ങൾക്ക് ഈ ഒരു മാവ് തന്നെ കണ്ടാൽ മനസ്സിലാവും, അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള മാവാണ്. കണ്ടില്ലേ, ആ മാവ് തന്നെ നമ്മൾ ദോശയിൽ കാണുന്ന ആ കുത്ത് മാവ് തന്നെ കണ്ടാൽ നമുക്ക് ഉറപ്പിക്കാം നമ്മൾ ദോശ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നുള്ളത്. അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ ഈ ഒരു മാവ് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് സാധാരണ റേഷൻ പീടികയിൽ നിന്ന് കിട്ടുന്ന അരിയാണ് കേട്ടോ. റേഷൻ അരി നിങ്ങൾക്ക് ആവശ്യമുള്ള അരി നിങ്ങൾ എടുക്കുക. എൻ്റെ വീട്ടിൽ കുറച്ച് അംഗങ്ങൾ കൂടുതലുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കൂടുതൽ അരി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ. റേഷൻ അരി ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറേ പ്രാവശ്യം അത് കഴുകിയെടുക്കേണ്ടതുണ്ട്. ഞാൻ കുറേ പ്രാവശ്യം കഴുകിയെടുത്ത് ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ഉഴുന്നാണ് കേട്ടോ. ഉഴുന്ന് ഞാൻ ചേർക്കുന്നത് 2 കരണ്ടി അളവിലാണ് കേട്ടോ. അതാ ഈ ഒരു കരണ്ടിക്ക് 2 കരണ്ടി അളവിലാണ് ചേർക്കുന്നത്. അപ്പം ഇത്ര ഉഴുന്ന് മതി കേട്ടോ. ഇത്ര ഉഴുന്ന് വെച്ചിട്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഇത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഇനി ഒന്നുകൂടി കഴുകിയെടുക്കണം. വീണ്ടും കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ചേർക്കാനുള്ളത് ഉലുവയാണ്. ആവശ്യത്തിനുള്ള ഉലുവ കൂടി ചേർക്കാം. ഉലുവ കൂടി ചേർത്തതിന് ശേഷം ഇത് നമ്മൾ റെസ്റ്റിന് വെക്കുന്നുണ്ട്. ഇത് രാവിലെ ഒരു 10:30-11 ആ ടൈമിനാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. കുതിർക്കാനായി വെച്ചത്. ഇനി അത് ഒരു വൈകുന്നേരം 5:30-6 ടൈമിനാണ് ഇത് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഏകദേശം അരിയൊക്കെ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതിനി നമുക്ക് അരച്ചെടുക്കാം. ഞാൻ അരയ്ക്കുന്നത് 2 പിടി എൻ്റെ കൈ കൊണ്ട് ജാറിലേക്ക് ഇട്ട് അതിന് ശേഷം ഒരു കോരി ചോറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ സാധാ അരിൻ്റെ ചോറ് തന്നെയാണ് കേട്ടോ. നമ്മളെ മൂടരി ചോറാണ്, കുറുവരീൻ്റെ. അപ്പം നിങ്ങളെ വീട്ടിൽ ഏതരിയാണോ എടുക്കുന്നത് ആ അരി വെച്ച് നിങ്ങൾക്ക് ചെയ്യട്ടോ. ആ ചോറെടുത്ത് ഒരു കോരി ചോറെടുത്ത് ഇങ്ങനെ 4 വട്ടം ഞാനിത് ഈ ഒരു ജാറിലേക്ക് 4 വട്ടം അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ 4 വട്ടവും ഈ ഒരു ചോറ് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ ഈസ്റ്റും അപ്പക്കാരം ഒന്നും ചേർക്കുന്നില്ല മാവ് പൊങ്ങി വരാനായിട്ട്. അപ്പോൾ 4 വട്ടം ചോറ് ചേർത്തതിന് ശേഷം 4 വട്ടം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. മാവ് ഇപ്പോൾ കാണാനിങ്ങനെ ഈ ഒരു ലുക്കിലുണ്ടാവുക. അപ്പം മാവ് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് റെസ്റ്റിനായി വെക്കുക. അതായത് രാവിലെയാണ് നമ്മൾ ഈ ഒരു മാവ് എടുത്ത് ദോശയും ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് നമുക്കിത് നന്നായിട്ട് അടച്ച് വെക്കാം. അപ്പോൾ മാവ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഈ മാവ് കണ്ടാൽ തന്നെ അറിയാം ദോശ അടിപൊളിയായിരിക്കുന്നുള്ളത്. അരച്ച സമയത്ത് തന്നെ നല്ല ഇതിൽ കിട്ടിയിട്ടുണ്ട്. ഞാൻ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്ക് ഇവിടെ കുറച്ചൊക്കെ ദോശ ഇഡ്ഡലിയൊക്കെ ചുട്ടു വേണ്ടിട്ടോ. അപ്പോൾ രാവിലെ അനിയൻ്റെ മൂക്ക് പോകാനുള്ളതുകൊണ്ട് അവൾക്ക് വേണ്ടി കുറച്ച് ചുട്ടു പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാവ് പൊന്തി വന്നത് നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല, എന്നാലും നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇഡ്ഡലിയാണ് കേട്ടോ. ഇഡ്ഡലി തട്ടിലേക്ക് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇഡ്ഡലി ആയി കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എത്ര സോഫ്റ്റായിട്ടാണ് ഇഡ്ഡലി ഉണ്ടായതെന്നുള്ളത്. അപ്പോൾ ഇഡ്ഡലിയും ദോശയും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഒരുമിച്ചാണ് കേട്ടോ കുതിർക്കാൻ വെച്ചത്. അതായത് അരിയും ഉഴുന്നും ഉലുവയും കൂടി ഒരുമിച്ച് ഒരു പാത്രത്തിലാണ് കുതിർക്കാനായിട്ട് വെച്ചിട്ടുള്ളത്. ഈസ്റ്റും അപ്പക്കാരം ഒന്നും ഇതിൽ ചേർത്തിട്ടില്ല മാവ് പൊങ്ങി വരാനായിട്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ദോശ ഇഡ്ഡലിയൊക്കെ കഴിക്കാം. ദോശ ചൂടാം.
ദോശയൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. നമ്മൾ ഈ ചോറ് നമ്മൾ അരിയിൽ ദോശയൊക്കെ കാട്ടുന്ന മാവിൻ്റെ അകത്ത് ചോറ് കൂട്ടുന്നത് നല്ല മയം കിട്ടാനായിട്ട് കഴിയും. ഇഡ്ഡലിക്കും ദോശയ്ക്കും ആ ചോറിൻ്റെ അളവ് നമ്മൾ കൂടാനും പാടില്ല, കുറയാനും പാടില്ല. നമ്മളെങ്ങനെയാണോ എടുക്കുന്നത് അതേ ഒരു അളവിൽ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ദോശ കിട്ടും. കണ്ടില്ല, ദോശ നിങ്ങൾ കാണുന്നില്ല, നല്ല കുത്തുള്ള ദോശ ഇതേ രീതിക്ക് കിട്ടും. അപ്പോൾ നല്ല രീതിയിൽ ദോശയും ഇഡ്ഡലിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. റേഷനരി വെച്ചിട്ടാണ് കേട്ടോ ഇത് ചെയ്തത്. എന്നിട്ട് പോലും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയും ദോശയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും